വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എന്താണ് അവർക്ക് കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7 മണി 8 മണി ആ സമയമൊക്കെ ആയപ്പോഴേക്കും അവർ രണ്ടുപേരും ഗുരുവായൂർ പോയിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് അവർ രണ്ടുപേരും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ അവരിനി വരുമ്പോൾ ഒരു ഉച്ച കഴിയും വൈകുന്നേരമൊക്കെ ആവുമായിരിക്കും. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം. കേക്ക് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്, ആൻറ്റിയുടെ അടുത്ത് തന്നെയാണ്. പിന്നെ അതൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കട്ട് ചെയ്യുമല്ലോ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് പായസം ഉണ്ടാക്കാമെന്ന്. പിന്നെ ഇവിടെ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ബിരിയാണിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഈ പായസം ഞാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലട ഉണ്ടോ, നമ്മൾ ഈ കുക്കറിൽ ഉണ്ടാക്കണം പാലട പായസമില്ല, അത് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്യാൻ ഓൾറെഡി പാല് ഞാനിങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം. ബാക്കി കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം അവർ വരുന്നതിന് മുന്നേ മാക്സിമം എല്ലാം ചെയ്ത് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് 11:30 ആയിട്ടുണ്ട്. 11:30 അല്ലല്ലേ, എത്ര മണിയായി? 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എല്ലാ സംഭവം പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ബാക്കി കാണിച്ചു തരാം. ഓക്കെ, പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഈ പാലയുടെ പായസത്തിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്ക് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഇത് ഞാനിതേപോലെ പല യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എപ്പോഴും നല്ലതാവാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ആവുന്നത് കാരണം ഓരോ പ്രാവശ്യവും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുക്കറിൻ്റെ ഇതൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. പിന്നെ എന്താണ്, ഇനി നമുക്ക് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ചധികം പരിപാടിയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം. റൈസ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ പാലടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് ഓരോന്നിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ, എല്ലാം ഓരോ അടുപ്പത്തെ ഒരെണ്ണം അടുത്തേക്ക് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ചിക്കൻ കറിയൊക്കെ ഓൾറെഡി സെറ്റായി, ഒന്ന് ഫൈനൽ സ്റ്റേജിലേക്കായി. പായസമൊക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയും കൂടി ഉണ്ടാക്കണം. അതുകൂടെ കഴിഞ്ഞാൽ പരിപാടിയൊക്കെ സെറ്റായി. പിന്നെ സാലഡും കൂടെ ഉണ്ടാക്കണം. അപ്പോഴേക്കൊക്കെ അമ്മ വരുമായിരിക്കും. അമ്മ അവിടെ നിന്ന് ഞാൻ വിളിച്ചപ്പോൾ എന്താണ് അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്താണ്, ഇനി ഇതെല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ ഇവിടെ ചെന്ന് ക്ലീൻ ചെയ്യണം. ആകെ മെസ്സായിട്ട് അടയ്ക്കണം. കണ്ട എല്ലാവരും എടുത്തിട്ട് മൊത്തത്തിൽ മെസ്സായിട്ട് അടയ്ക്കണം. അപ്പോൾ എല്ലാവരും റെഡിയാക്കി വെക്കണം. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം ചെയ്തിട്ട് എല്ലാം ഫുള്ള് സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ അത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ബിരിയാണി, പിന്നെ ചിക്കൻ, പിന്നെ അതേപോലെ തന്നെ പായസമൊക്കെ റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ എന്താണ് ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോഴേക്കും അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ 3 വീടി എത്തിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചത് ഇപ്പം തന്നെ എത്തുമല്ലോ എന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് പോയി കുളിച്ച് എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണം. അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോഴേക്കും അമ്മ വരുമായിരിക്കും. എനിക്കറിയില്ല, ചിലപ്പോൾ തന്നെ എത്തുമായിരിക്കും. എന്തായാലും നമുക്ക് അവർ വരുമ്പോൾ അവരുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എന്തായാലും വിചാരിച്ച പോലെ എല്ലാവരും സെറ്റായിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, വിശക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മുട്ടക്കറി ഉണ്ടായിരുന്നു, അത് കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ചിക്കനൊന്നും ഞാൻ എടുത്തില്ല. പിന്നെന്താണ്, ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പത്തേ താഴെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കഴിയുമ്പോൾ ഇത് കാണുന്ന റിയാക്ഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോവാം. നല്ലാണല്ലോ പുതിയ സാരി. അച്ഛാ അവിടെ എങ്ങോട്ട് വന്നച്ചാ ഒന്നായിരുന്നേ. ആമത്തൊന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ടായി. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി എന്താണ്, ഇനി നമുക്ക് വൈകുന്നേരം എന്താണ് കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി ഞാൻ എന്തിനേരം കിടന്ന് ഉറങ്ങട്ടെ. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം കാണാം. അപ്പോൾ തറവാട്ടിലാണ് ആൻറ്റിയുടെ അടുത്താണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിരുന്നത്. അതിൽ കൂടെ വണ്ടി പോണതിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട്.
ഓക്കെ. അപ്പോൾ ഈ തറവാട്ടിലേക്ക് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അവിടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നേരെ പോയിട്ട് അവിടെ നിന്ന് കേക്കൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ എന്തോ ഇപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ എന്തോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ പോയിട്ട് കേക്ക് എടുത്തിട്ട് വരാം. പായസം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉണ്ണിലേച്ചനും ബിന്ദുവിൻ്റെ. അപ്പോൾ ആൻറ്റിയാണ് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി തന്നത്. അങ്ങനെ നമ്മളത് ഈ ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് പിന്നെ അത് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് നമ്മുടെ അനിയത്തിനെയാണ്. പിന്നെ ഇപ്രാവശ്യം നമുക്ക് കുഞ്ഞാവയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ 3 പേരെയും നമ്മളത് ഈ വീഡിയോ കോൾ ചെയ്താണ് കണ്ടത്. അവരും കൂടി ഉണ്ടായെങ്കിൽ ഞാൻ എപ്പോഴും പറയണമല്ലോ നമുക്കൊന്നും കൂടെ കളറാക്കായിരുന്നു നമ്മുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് സെർവ് ചെയ്യാൻ പോകണം. അപ്പോൾ ബിരിയാണി ഉണ്ടായി, പിന്നെ അതേപോലെ ചിക്കൻ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. പായസമൊക്കെ നമ്മൾ എല്ലാവർക്കും തറവാട്ടിലും അങ്ങനെ കുറച്ച് പേർക്ക് കൊടുത്ത് പിന്നെ എല്ലാവരും നേരത്തെ കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ അച്ഛൻ പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡും പിക്കിളും അങ്ങനെ എല്ലാം കൂടെ നമ്മളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. അപ്പോൾ എന്തുവാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ക്ലയൻറ്റ് വന്നുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് കുറച്ച് കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. പിന്നെ ഇനി അനന്ത് വരുമ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഒന്നും കൂടെ കഴിക്കണം. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറേ തമാശകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ഏറ്റവും ചെയ്ത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കാലത്ത് പോയി വന്നു, സന്തോഷമായിട്ട് വന്ന്. ഇപ്പോൾ വീട്ടിൽ കയറിയപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് കിട്ടിയത്. നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത അതിൻ്റെ മോള് അതൊക്കെ എല്ലാം ഒക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത്. പിന്നെന്താണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു നല്ല സന്തോഷമായിരുന്നു. 32 വർഷത്തെ ജീവിതം എങ്ങനെയുണ്ടായി? 32 വർഷം അത് ഒരുപാട് പുറകോട്ട് പോയാലും മുന്നോട്ട് പോയാലും ഈ നിമിഷം വരെ സന്തോഷം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ദാമ്പത്യവും എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞ് ഒരു അഭിപ്രായത്തിൽ ഉണ്ടാവൂലേ അതുണ്ടായിട്ടുണ്ടാവും. ഇപ്പോഴും വളരെ സന്തോഷമായിട്ട് എനിക്ക് 2 മക്കള് ഉണ്ടായിരുന്നു. 2 മക്കള് 2 മോനെ കല്യാണം കഴിഞ്ഞ് 2 മക്കൾക്ക് കല്യാണം കഴിഞ്ഞ് 2 മക്കൾ എനിക്ക് വന്നു. അത് അതിലും വലുത്. അതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ നിമിഷം വരെ സന്തോഷത്തോട് മാത്രമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഒരു ബുദ്ധിമുട്ടില്ല ആരോടും. 2 മക്കളോടില്ല. 2 വന്ന മക്കളല്ല, എൻ്റെ മക്കളെ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ വന്ന മക്കളോടാണ് 2 പേരും. അതെനിക്ക് അത് കിട്ടുന്ന ഭാഗ്യം കേട്ടോ. അങ്ങനെ ഈ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര വലുതായിട്ടൊന്നുമല്ല, വളരെ മിനിമലായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. എങ്കിലും എല്ലാവരും നല്ല ഹാപ്പിയാണ്. നമുക്ക് ലൈഫിൽ എന്നും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഞാൻ എന്തായാലും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ദൈവത്തിനോട് ഇതേപോലുള്ള കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ തരുന്നതിന്. ഗൈസ് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും പോയിട്ട് അപ്പോൾ അനന്തൂനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊരു ക്ലയൻറ്റ് വന്നിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അനന്തു ഓഫീസിൽ പോയിക്കണം. അപ്പോൾ ഞാൻ അവരുടെ കൂടെ കുറച്ച് ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ അനന്തു വന്നിട്ട് അനന്തുവിൻ്റെ കൂടെ കഴിക്കണം. അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നതാണ് അനന്തു പോയേ. അപ്പോൾ എന്താണ് അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ എല്ലാ പരിപാടിയും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ തന്നെ ഇറ്റ്സ് മീ ശുഭശ്രീ സൈനിങ് ഓഫ്. ബൈ.